പാലക്കാട് പല്ലശ്ശനയിൽ നിന്നും അംബരീഷ് എത്തുന്നു ചോദ്യവുമായി. കേൾക്കാം. നമസ്കാരം അരുൺ സാർ, എൻ്റെ പേര് അംബരീഷ് എന്നാണ്. പാലക്കാട് ജില്ലയിലെ പല്ലശ്ശനക്കാരനാണ്. എനിക്ക് അരുൺ സാറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ പൊതുവെ സമൂഹ മാധ്യമങ്ങളെല്ലാം ഈ മാധ്യമപ്രവർത്തകർക്ക് ഒരു മാപ്ര എന്നുള്ളൊരു പേരുണ്ട്. ആ പേര് എങ്ങനെ കാണുന്നു? അതൊരു പരിഹാസമായി കാണാറുണ്ടോ? അതോ ഇനിയിപ്പോൾ ഈ പേര് മാറ്റിയെടുക്കാൻ എന്താ ഒരു വഴി? അംബരീഷിൻ്റെ ചോദ്യം ഇഷ്ടപ്പെട്ടു. പല്ലശ്ശനയിൽ നിന്നാണ്. പല്ലശ്ശന നല്ലൊരു ഗ്രാമമാണ്. പ്രത്യേകിച്ച് ആ ഗ്രാമത്തിലൂടെ പോകുന്ന സമയത്ത് വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ അംബരീഷ് ചോദിച്ച ചോദ്യം ഈ മാപ്രയെക്കുറിച്ചുള്ള വിളിയാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ മാധ്യമപ്രവർത്തകർക്ക് സാമൂഹിക മാധ്യമങ്ങൾ ഇട്ട് നൽകിയ വിളിയാണ് മാപ്ര. നമ്മൾ പണ്ട് ഈ സൊലെ എന്ന് വിളിക്കുമായിരുന്നു. സ്വന്തം ലേഖകനെ വിളിക്കുന്ന പേരാണ്. പ്രത്യേക ലേഖകനെ പ്രലേ എന്ന് വിളിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അതൊക്കെ മാധ്യമപ്രവർത്തകരുടെ ഉള്ളിലും ഒക്കെ നിറഞ്ഞു നിന്നതാണ്. ഇതെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ചില സമയങ്ങളിലെങ്കിലും ചില മാധ്യമപ്രവർത്തകർ ചിലപ്പോൾ വളരെ മോശമായ രീതിയിൽ ചില പ്രത്യേക പാർട്ടിയെയോ ഇല്ലെങ്കിൽ നേതാക്കളെയോ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുനവെച്ച രീതിയിൽ സംസാരിച്ചു തുടങ്ങുന്ന ഘട്ടത്തിലും അവാസ്തവമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഘട്ടത്തിലുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ മാപ്ര എന്നൊരു വിളി വന്നത്. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഒരു മാധ്യമ സമൂഹത്തെ മുഴുവൻ തന്നെ സംശയത്തിൻ്റെ മുനയിൽ നിർത്തി എന്നതും യാഥാർത്ഥ്യമാണ്. ഈ മാപ്ര മാധ്യമപ്രവർത്തകർ എന്ന വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സറ്റേറിക്കലായി ഒരു പരിഹാസത്തോടു കൂടിയുള്ള വിമർശനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും മനസ്സിൽ മറ്റു ചിലതാണ് വിളിക്കുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കും. ആ വിളിയെ എങ്ങനെയാണ് ഞാൻ കാണുന്നത്? ഞാനതിനെ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടൊരർത്ഥത്തിൽ കൂടിയാണ് കാണുന്നത്. കാരണം ചിലരെങ്കിലും ആ മാപ്ര വിളിക്ക് അർഹരാണ്. പക്ഷേ ആ വിളി കൊണ്ട് നിങ്ങൾ മാധ്യമപ്രവർത്തനത്തെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അപകടം ചെയ്യും എന്നതാണ്. കാരണം മാധ്യമപ്രവർത്തകർ വിമർശിക്കാനില്ലാത്തൊരു കാലം എത്തുന്നു എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണ്ണ ഏകാധിപത്യത്തിൻ്റെ കാലമാണ്. സ്വാഭാവികമായും എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ മാധ്യമപ്രവർത്തകർക്കിടയിലും ചില തരത്തിലുള്ള അസ്വാഭാവികമായി പ്രവർത്തിക്കുന്ന വാസ്തവവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ടാവും. എല്ലാ മേഖലയിലുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ അഴിമതി നടത്തുന്ന നിരവധി പേരുണ്ട് എന്ന് കരുതി നമ്മൾ അവരെ ആരും രാപ്ര എന്ന് വിളിക്കുന്നില്ലല്ലോ. പക്ഷേ മാപ്ര എന്ന് വിളിക്കുമ്പോൾ തിരിച്ച് രാപ്ര എന്ന് വിളിക്കാത്തതിൻ്റെ ഉത്തരവാദിത്വം ഈ രാഷ്ട്രീയ പ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷവും നമ്മുടെ സമൂഹത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നവരാണ്. അപ്പം മാപ്ര എന്ന വിളി, അതൊക്കെ വിളിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് എങ്കിൽ പോലും അവരെല്ലാവരെയും പോലെ തന്നെ ഉള്ളവരാണ്, എല്ലാ മനുഷ്യരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ മാപ്ര വിളിക്ക് ഞാനതിനെ കാണുന്നത് സറ്റേറിക്കലായിട്ടുള്ള ഒരു വിമർശനം എന്ന നിലയിൽ മാത്രമാണ്. നമ്മുടെ മുന്നിൽ നെഹ്റു പറഞ്ഞ വാചകമുണ്ടല്ലോ, ഡോൺ സ്പെയർ മീ എന്നാണ്. മാധ്യമപ്രവർത്തകരും വിമർശനത്തിന് അതീതരൊന്നുമല്ല, അവരെയും വിമർശിച്ചു കൊണ്ടേയിരിക്കണം. പക്ഷേ വിമർശിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു ഉദ്ദേശലക്ഷ്യം വെച്ചാകരുത് എന്ന് മാത്രം. അവർ വസ്തുതാവിരുദ്ധമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വിമർശിക്കണം. വസ്തുതകൾ വെച്ച് അവരുമായി തർക്കിക്കാൻ നമ്മൾ തയ്യാറാവുകയും വേണം. വസ്തുതകൾക്ക് മുന്നിൽ നമ്മൾ മസിൽ പിടിച്ചിട്ട് കാര്യമില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അംബരീഷിന് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ടാവും. സൊലേ പോലെയും പ്രലയ പോലെയും അല്ല മാപ്ര എന്ന് വിളിക്കുന്നത്. അതിന് ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. അത് വെസ്റ്റഡ് ആയിട്ടുള്ള രാഷ്ട്രീയ താല്പര്യത്തിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന പ്രതികരണമാണ്. പക്ഷെ ചിലരെങ്കിലും ആ വിളിക്ക് അർഹരാണ് എന്ന് സാമൂഹിക മാധ്യമങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഞാനതിനെ വളരെ സറ്റേറിക്കലായ ഒരു വിമർശനമായിട്ടാണ് എടുക്കുന്നത്. താങ്ക് യു അംബരീഷ്, നിങ്ങളുടെ ചോദ്യങ്ങളും ആയി വന്നതിൽ. ഇനിയും